So welcome back guys. So അങ്ങനെ March end ആയി and this week was pretty great. കഴിഞ്ഞ ആഴ്ച നമുക്ക് 20% win rate ഉണ്ടായിരുന്നുള്ളൂ. ഈ ആഴ്ച നമുക്ക് 66.6% win rate ഉണ്ടായി. And also we had one of the biggest trades so far. ഞാൻ ഇതുവരെ എടുത്തതിനകത്ത് biggest range capture ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു വ്യാഴാഴ്ച. And the trade was beautiful. അതൊരു 400 പിപ്സിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അവിടെ ഒരു റൺ ചെയ്യാതെ ഉള്ളായിരുന്നു. എൻ്റെ ടാർഗറ്റ് വരെ ചെന്നു പ്രൈസ്. പക്ഷെ ഞാൻ ഓവർനൈറ്റ് റൺ ചെയ്യേണ്ട എന്നുള്ളൊരു ഐഡിയ വെച്ചുകൊണ്ട് ഞാൻ 12 o'clock ആയപ്പോഴത്തേക്കും ഞാൻ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി. ആസ് യു നോ ഐ ഡേ ട്രേഡ്. ഞാൻ സ്കാൽപ്പല്ല ചെയ്യുന്നത്, ഞാൻ ഡേ ട്രേഡാണ് ചെയ്തത്. സോ ഐ ക്യാപ്ചർ പ്രിറ്റി മച്ച് എ ഗുഡ് ട്രേഡ്. സോ വ്യാഴാഴ്ച നമ്മൾ 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തു. അതിന് ഈ ആഴ്ച എടുത്ത മിക്ക ട്രേഡ്സ് ഒരു 100 പിപ്സ് എടുത്തിട്ടുണ്ട്. സോ ഐ ഫീൽ റിയലി ഗ്രേറ്റ് ദിസ് വീക്ക് കമ്പയറിങ് ടു പ്രീവിയസ് വീക്ക്. സോ ഈ ഒരു മാസത്തെ ഓവറോൾ വിൻ റേറ്റും ആക്ച്വലി നൈസാണ്. സോ നമുക്ക് അതിലേക്കൊക്കെ ലാസ്റ്റ് കിടക്കാം. ഇത് നമ്മുടെ വീക്ക്ലി അനാലിസിസ് ആണ്. എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ട്രേഡ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി, എന്തൊക്കെ നല്ല ഡിസിഷൻസ് എടുത്തു, എന്തൊക്കെ നല്ല ട്രേഡ്സ് എടുത്തു എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ ഇഫ് യു ആർ ന്യൂ ഹിയർ, ദിസ് ഇസ് വാട്ട് ഐ ഡു ഹിയർ. എൻ്റെ ട്രേഡിംഗ് ജേർണി ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്യുകയാണ് ഇവിടെ. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് journey of mine. Yeah, anyways, so that's it. So let's get into the weekly analysis day by day. So coming to Monday, നമുക്ക് ആദ്യത്തെ വിന്നിങ് ട്രേഡ് കിട്ടിയത് മൺഡേയിലാണ്. സോ വീക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു പോസിറ്റീവ് വൈബിൽ ഒരു വിന്നിങ് ട്രേഡോട് കൂടിയാണ്. സോ കഴിഞ്ഞ 2 വീക്ക് നമ്മൾ ലൂസിങ് ഡേയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വീക്ക് നമുക്ക് ഒരു വിന്നിങ് ട്രേഡ് കിട്ടി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീക്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ 0.15% തന്നെയാണ് റിസ്ക് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് പിന്നീട് ജസ്റ്റ് കൂട്ടി വന്നത്. സോ ലണ്ടൻ സെഷനിൽ ട്രേഡ് എടുത്തില്ല, ന്യൂയോർക്കിലാണ് ട്രേഡ് എടുത്തത്. സോ ന്യൂയോർക്കിൽ ആസ് യു ക്യാൻ സീ ദിസ് വാസ് എ ട്രേഡ്. നമ്മൾ നിയർലി ഇതൊരു 100 പിപ്സ് മൂവ്മെൻ്റ് ഉണ്ട്. 1:3 RR ബുക്ക് ചെയ്തേക്കുന്നത്. സോ ഈ ട്രേഡ് വിന്നർ ആകാനുള്ള റീസൺ നമുക്ക് ഡ്രോ ക്ലിയർ ആയിരുന്നു. എങ്ങോട്ടേക്ക് പ്രൈസ് ഡെലിവർ ചെയ്യുമെന്ന് ക്ലിയർ ആയിരുന്നു. ഹൈ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ഈ ഒരു ട്രേഡിനകത്ത് വേറെ പ്രത്യേകതകളുണ്ട്. ആസ് യു ക്യാൻ സീ പ്രൈസ് നമ്മുടെ SLൻ്റെ അടുത്ത് വരെ വന്നു, എന്നിട്ട് അത് ഹിറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മിറാക്കിൾ ട്രേഡ് എന്ന് വേണം പറയണം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് മൂവ് ചെയ്ത് തുടങ്ങി. സോ ഇവിടെ ഒരു SMD ഫോം ചെയ്തു, ഒരു 15 മിനിറ്റിൻ്റെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പും കണ്ടു. ആൻഡ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ഡ്രോ ക്ലിയർ ആയിരുന്നു. താഴോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത് നമുക്ക് ക്ലിയർ ആയിരുന്നുകൊണ്ട് അങ്ങനെ ട്രേഡും കൂടെ എക്സിക്യൂട്ട് ചെയ്തു. പേഷ്യൻ്റ് ആയിട്ടിരുന്നു, അങ്ങനെ അധികം സ്ട്രെസ്ഡ് അല്ലായിരുന്നു. ഞാൻ ഇപ്പം ട്രേഡ്സ് എടുക്കുന്ന എല്ലാം തന്നെ ഞാൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് മൈൻഡിലാണ് ഇരിക്കുന്നത്. കാരണം എനിക്കങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ റിസ്ക് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ്ഡ് ആണെന്ന് എനിക്കറിയാം. സോ ഇഫ് ഇറ്റ് ഹിറ്റ്സ് മൈ SL കുഴപ്പമില്ല, എൻ്റെ റിസ്ക് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ട്രേഡ് എക്സിക്യൂഷൻ, എൻ്റെ ഐഡിയ ബേസ് ചെയ്ത് ഞാൻ ട്രേഡ് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. SL അടിച്ചു, ദാറ്റ്സ് ഓക്കെ. കാരണം നമുക്ക് ഒരു 100 ട്രേഡ് മുന്നോട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ ഇപ്പോൾ എനിക്ക് മനസ്സിലുള്ളതുകൊണ്ടും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. സോ റിസ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഫിയർ വരില്ല മാർക്കറ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഇൻ കേസ് എവിടെയെങ്കിലും തിരിയുമെന്നൊക്കെ കാണുവാണെങ്കിൽ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇഫ് യുവർ ഡ്രോ ഈസ് റിയലി ക്ലിയർ ടു യു, അത് റൺ ചെയ്യുന്നതാണ് നല്ലത്. സോ ഈ ഒരു കേസിൽ മാർക്കറ്റ് അതുപോലെ റൺ ചെയ്ത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1:3 RR ബുക്ക് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ പ്രിറ്റി ഗ്രേറ്റ് ട്രേഡ്. സോ കമ്മിങ് ടു ട്യൂസ്ഡേ, എനിക്ക് 2 ഫണ്ടർ അക്കൗണ്ട്സ് ഉണ്ട്. ഞാൻ ഒരു 5K അക്കൗണ്ട്, ഒരു 10K അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 5K അക്കൗണ്ട് എനിക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. സോ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം, എനിക്കത് കിട്ടിയതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ അക്കൗണ്ടിനകത്ത് ഞാൻ ഫ്രീ ആയിട്ട് കിട്ടിയതായതുകൊണ്ട് ഞാൻ ഇച്ചിരൂടെ റിസ്ക് കൂട്ടി ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ 10K അക്കൗണ്ടിനകത്ത് ഞാൻ 0.15% ആണ് റിസ്ക് ചെയ്തിരുന്നത്. ആൻഡ് ഓൺ ദ 5K അക്കൗണ്ട് ഞാൻ 0.5% റിസ്ക് ചെയ്തത്. സോ ഹയർ റിസ്ക് ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ $24 ലോസ് വന്നേക്കുന്ന റീസൺ 0.5% ഞാൻ അവിടെ റിസ്ക് ചെയ്തുകൊണ്ടാണ്. സോ അതിനെയാണ് നമ്മൾ ലണ്ടൻ സെഷനിൽ എടുത്ത ട്രേഡാണ് ഇത്, $24 ലോസ്. സോ ഐ ജസ്റ്റ് ഷോ ചെയ്താൽ നമുക്ക് ക്ലിയർ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. SMT മാത്രം നമുക്ക് ക്ലിയർ അല്ലായിരുന്നു. ഇവിടെ ആസ് യു നോ അവിടുത്തെ ആ ചെക്ക് ലിസ്റ്റ് മാത്രം ഫില്ലായിട്ടില്ല. 1:3 RR എയിം ചെയ്തു, ബട്ട് വി ഹാഡ് എ ലോസ്. അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. പ്രീമിയത്തിൽ തന്നെ പ്രൈസ് നമ്മൾ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ എൻട്രി എടുത്തതാണ് ഇഷ്യൂ ആയി പോയത്. ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ ആ റേഞ്ചിൻ്റെ നമ്മൾ ബുള്ളിഷ് ആണ് പ്രൈസിങ്. ഇത് ആക്ച്വലി നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നു. ആ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൈസ് ഡെലിവർ ചെയ്തെങ്കിൽ പോലും കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം. പേഷ്യൻസ് ആണ് ഈ ഗെയിമിനകത്ത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ ആഴ്ച എനിക്ക് കിട്ടിയ നല്ല ട്രേഡ്സിനും കാരണം പേഷ്യൻസ് ആയിരുന്നു, ഞാൻ ലൂസ് ചെയ്ത ട്രേഡ്സിനും കാരണം പേഷ്യൻസ് ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് പ്രൈസ് ആക്ച്വലി എൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ താഴത്തെ ഒരു 30 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഡിസ്കൗണ്ടിനകത്തുണ്ടായിരുന്ന ഒരു 30 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ഇഗ്നോർ ചെയ്ത് പ്രൈസ് റൺ ചെയ്യുന്നുള്ള ഒരു ഫോമും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ആ ട്രെയിനകത്ത് കയറിയത്. സോ അങ്ങനെ ഒരു ഡിസ്കൗണ്ടിനകത്തൊരു PDR നിൽക്കുമ്പം പ്രീമിയത്തിൽ പോയി വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. സോ ദിസ് വീക്ക് ഞാനത് കാണിച്ചത് ശരിയായില്ല. സോ പിന്നീട് ഞാനത് റിഫൈൻ ചെയ്തു. പിന്നീടുള്ള ട്രേഡ്സിനകത്ത് ഞാനത് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ്. സോ പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇൻസൈഡ് ഡേ ക്യാൻഡിൽസ് ഡെയിലി ക്ലോഷർ വെച്ചിട്ട് ഇൻസൈഡ് ഡേ ക്യാൻഡിൽസ് ആണ് വരുന്നതെങ്കിൽ ലണ്ടൻ ലേറ്റ് മൂവ് ആണ് വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലണ്ടൻ മൂവ് ചെയ്തേക്കുന്നത് 4 മണി കഴിഞ്ഞിട്ടാണ്. സോ 4-3 ഒരു മാക്രോ ഉണ്ട്. ആ മാക്രോയ്ക്കാണ് പ്രൈസ് ഡെലിവറി ചെയ്ത് തുടങ്ങിയത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് കാണാൻ പറ്റുന്നത്. 4 മണി വരെ ഹോൾഡ് ചെയ്ത് പ്രൈസ് ജസ്റ്റ് ഒരു റേഞ്ച് പോയിട്ട് താഴെ ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സോ ഇൻസൈഡ് ഡേ ക്യാൻഡിൽസ് വരുന്ന ഡെയിലി പ്രൊഫൈലിൽ ലണ്ടൻ ഇച്ചിരി സ്ലോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ദിവസം അത് നോട്ട് ചെയ്തു. ഇനി ഒരു ട്രേഡ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സോ നമുക്ക് ന്യൂയോർക്കിന് അത് ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല, നല്ല എൻട്രീസ് ഒന്നും കിട്ടിയില്ല. ആക്ച്വലി പ്രൈസ് നല്ലൊരു റണ്ണർ തരുന്നുണ്ടായിരുന്നു. സോ എനിക്ക് അതിനകത്ത് കയറാൻ ഉള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ആൻഡ് ഓൾസോ വി ഹാഡ് എ ലോസ്. സോ വെറുതെ ഇനി അത് കൂട്ടണ്ടെന്ന് ഓർത്ത് ഞാൻ അന്ന് സ്കിപ്പ് ചെയ്തു. പിന്നെ ന്യൂയോർക്ക് സെഷൻ എടുത്തില്ല. സോ ദാറ്റ്സ് ട്യൂസ്ഡേ. നമ്മൾ ലൂസിങ് ട്രെയിനിനകത്താണ് എൻഡ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു വെനസ്ഡേ, ട്യൂസ്ഡേ നമ്മൾ ഉണ്ടാക്കിയ ലോസ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തു. അതിന് മണ്ടേലേക്ക് ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. $30 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ 10K അക്കൗണ്ടിനകത്ത് എടുത്തത്, 5K അക്കൗണ്ടിനകത്തല്ല. സോ നമ്മൾ ലണ്ടൻ സെഷനകത്ത് നമുക്ക് ട്രേഡൊന്നും കിട്ടിയില്ല. ആക്ച്വലി ജസ്റ്റ് വരച്ചിട്ടതേ ഉള്ളൂ. അത് ഇൻസൈഡ് ഡേ ക്യാൻഡിൽസ് ആയിരുന്നു. പ്രൈസ് അന്ന് ഞാൻ വാച്ച് ചെയ്തു. ഒരു 4 o'clock ആയപ്പോഴത്തേനുമാണ് പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. സോ അന്ന് ഇൻസൈഡ് ഡേ ആയതുകൊണ്ട് പ്രൈസ് ഒരു ലേറ്റ് ഡെലിവറിയാണ് ലണ്ടനിൽ തന്നത്. നമുക്ക് അതിനകത്ത് ട്രേഡ്സ് ഒന്നും ഓപ്പർച്യൂണിറ്റി കാണാഞ്ഞുകൊണ്ടും കയറിയില്ല. നമുക്ക് കിട്ടിയില്ല. ആക്ച്വലി നമ്മളത് പ്രൊജക്റ്റ് ചെയ്തു, വരച്ചിട്ടു. പക്ഷേ പ്രൈസ് അങ്ങോട്ടേക്ക് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് വരാതെ പ്രൈസ് റൺ ചെയ്യാൻ തുടങ്ങി. സോ ചേസ് ചെയ്യാൻ പോയില്ല. ന്യൂയോർക്ക് സെഷനിൽ നമ്മുടെ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നാലും ആദ്യത്തെ ഇനീഷ്യൽ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നു. ഇൻകറക്റ്റ് ആണ്, റോങ് ഡയറക്ഷൻ ആയിപ്പോയി ഇനീഷ്യൽ ഡയറക്ഷൻ. പക്ഷേ നമ്മൾ ഓർഡർ ഫ്ലോയും പ്രൈസ് ഡെലിവറിയും നോക്കിയിട്ടാണ് എൻട്രി എടുത്തത്. സോ അതുകൊണ്ട് തന്നെ വി ഗോട്ട് എ വിന്നർ ദർ. 2.7 RR 1:2.7 RR ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ആസ് യു ക്യാൻ സീ താഴെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടേക്ക് പ്രൈസ് വെച്ചാൽ മതി, ഡെലിവറി വെച്ചാൽ മതി. 1:3 RR അവിടെ കിട്ടിയേനെ. പക്ഷെ ഞാൻ റിജക്ഷൻ ബ്ലോക്ക് പിന്നീടാണ് കാണുന്നത്. പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് അത് ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് കാണുന്നത്. സോ അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു പ്രൈസ്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഒന്നുകൂടെ താഴേക്ക് വന്നു. ബട്ട് എനിവേ നമുക്കൊരു നല്ലൊരു ട്രേഡ് അവിടെ കിട്ടി. 1:2.7 RR ട്രേഡ് കിട്ടി. സോ ആ ഒരു ദിവസം അങ്ങനെ നമ്മൾ എൻഡ് ചെയ്തു. സോ ദാറ്റ്സ് വെനസ്ഡേ. സോ കമ്മിങ് ടു തേഴ്സ്ഡേ വി ഹാഡ് 2 wins. നല്ല 2 ട്രേഡ്സ് ആയിരുന്നു നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. ലണ്ടനിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ബുക്ക് ചെയ്യാൻ പറ്റി, ന്യൂയോർക്കിലും ബുക്ക് ചെയ്യാൻ പറ്റി. ന്യൂയോർക്കിൽ കിട്ടിയതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രേഡ്സ്. അതുകൊണ്ടാണ് P&L $121 നിൽക്കുന്നത്. അന്ന് നമ്മളൊരു 200 പിപ്സിൻ്റെ റേഞ്ചാണ് ന്യൂയോർക്കിൽ ക്യാപ്ചർ ചെയ്തത്. ആൻഡ് ഓൾസോ 100 പിപ്സിൻ്റെ റേഞ്ചാണെന്ന് തോന്നുന്നു ലണ്ടനിൽ ക്യാപ്ചർ ചെയ്തത്. സോ ഇവിടെ എല്ലാം ചെക്ക് ലിസ്റ്റും കംപ്ലീറ്റ് ആണ്. ആൻഡ് 1:2 RR ആണ് നമ്മൾ ആദ്യത്തെ ലണ്ടൻ സെഷനിൽ ബുക്ക് ചെയ്തത്. ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, താഴെ നിന്ന് എൻട്രി എടുക്കാവുന്നതുണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തു. ഒരു ഫോമോ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, കുറച്ചൊന്ന് പ്രൈസ് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പ്രൈസിനകത്തോട്ട് കയറുന്നത് തന്നെ. നമുക്ക് എൻട്രി തരാതെ പ്രൈസ് റൺ ചെയ്യുമെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ അതിനകത്ത് കയറി. ആക്ച്വലി നമ്മൾ ആദ്യം വരച്ച ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ ചേഞ്ചിങ് സ്റ്റേറ്റ് വരച്ചിട്ടേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു പോയിന്റിൽ ആക്ച്വലി പ്രൈസ് ഇവിടെ CIST എഴുതിയേക്കുന്ന പോയിന്റിലായിരുന്നു ഞാൻ എൻട്രി ആദ്യം വെച്ചിരുന്നത്. അവിടുന്ന് പെട്ടെന്നൊരു റിയാക്ഷൻ വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് തരുന്ന കണ്ടിട്ട് ഞാൻ പോയി മേളിൽ നിന്ന് കയറി. ആക്ച്വലി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു, നല്ല റേഞ്ച് കിട്ടിയേനെ, കുറച്ചുകൂടെ എമൗണ്ട് നമുക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. പക്ഷേ നല്ലൊരു ട്രേഡ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു പേടി കാരണം കുറച്ചുകൂടെ മേളിൽ പോയിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. സോ എനിക്കതിനകത്ത് കറക്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം വെക്കുന്ന എൻട്രിയിൽ വന്നില്ലെങ്കിൽ എനിക്ക് ആ ട്രേഡ് വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഓൺ ഇറ്റ് നെക്സ്റ്റ് വീക്ക്. സോ ന്യൂയോർക്ക് സെഷനിലേക്ക് വരുമ്പോൾ ഈ ക്യാപ്ചർ 1:5 RR. ഒരു ട്രേഡേ ഉള്ളൂ, കറക്റ്റ് ഡയറക്ഷൻ ആയിരുന്നു. സോ അടുത്തൊരു ഓൾ ടൈം ഹൈ ഗോൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണിത്. സോ നമുക്കറിയാം പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. സിൽവറായിട്ട് SMT ഫോം ചെയ്തിട്ടുണ്ട്.
ആൻഡ് ഓൾസോ 1 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഞാൻ ട്യൂസ്ഡേ വരുത്തിയ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിലേക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലേക്ക് വരുന്നതിന് മുന്നേ എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഡിസ്കൗണ്ട് ഇപ്രാവശ്യം ഞാൻ വെയിറ്റ് ചെയ്തു, ഡിസ്കൗണ്ട് വന്നു. ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം മേളിലൊരു ഈക്വൽ ഹൈസ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട്. ആ ഈക്വൽ ഹൈസിലേക്ക് പ്രൈസ് വരണം. സോ താഴെ റിയാക്ട് ചെയ്ത് തിരിയുന്ന കണ്ടപ്പോൾ തന്നെ നമ്മൾ താഴേന്ന് എൻട്രി എടുത്തു. 0.04 നമ്മൾ ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തു. ആൻഡ് 0.01 നമ്മൾ റണ്ണറായിട്ടും കൂടെ ഇട്ടു. ആ റണ്ണർ നമുക്ക് ആക്ച്വലി ഒരു $20 തന്നു. അങ്ങനെ ടോട്ടലി ഒരു $90.30 നമുക്ക് ഈ ട്രേഡിനകത്ത് മാത്രം ബുക്ക് ചെയ്യാൻ പറ്റി. സോ ദ റേഞ്ച് വാസ് 200 pips. ഇത് ആക്ച്വലി ഞാൻ ആദ്യം മാർക്ക് ചെയ്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ്, 3080 എന്ന് പറഞ്ഞൊരു ലെവലിലാണ് ഞാൻ മാർക്ക് ചെയ്തത്. പ്രൈസ് അങ്ങോട്ടേക്ക് ആക്ച്വലി ഡെലിവർ ചെയ്തു. പക്ഷെ ഒന്ന് കൺസോൾട്ടേറ്റ് ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഏഷ്യൻ സെഷൻ, അടുത്ത ദിവസം ഏഷ്യൻ സെഷനിലാണ് അങ്ങോട്ട് മൂവ് ചെയ്തത്. ഞാനത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തില്ല, എനിക്ക് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഞാനങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും മാർക്കറ്റ് കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ആ മൈൻഡ് സെറ്റിൽ ഞാൻ അകത്തുനിന്ന് അങ്ങ് ഇറങ്ങി. സോ വി ക്യാപ്ചേർഡ് 200 pips ഹിയർ. വണ്ടർഫുൾ ട്രെയിനിങ് ഡേ ആയിരുന്നു. സോ ദാറ്റ്സ് തേഴ്സ്ഡേ. സോ കമ്മിങ് ടു ഫ്രൈഡേ നമുക്കൊരു ചെറിയൊരു സ്ക്രാച്ച് കിട്ടിയ ഒരു ദിവസമാണ്. സോ ആ ഒരു $121 ഉണ്ടാക്കി, അല്ലെങ്കിൽ $90 10K അക്കൗണ്ട് ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രേഡ് വരുന്നത്. ഈ ഒരു ട്രേഡിനകത്ത് നമ്മൾ ഇവിടെ മിസ് ഔട്ട് ആയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതെന്നുള്ള വാശിയായിരുന്നു. ഞാൻ ആ ട്രേഡിനകത്ത് കയറി. ആക്ച്വലി നല്ല ട്രേഡായിരുന്നു, എൻട്രിയൊക്കെ നൈസ് ആയിരുന്നു. എൻട്രിയിൽ നിന്ന് പ്രൈസ് താഴേക്ക് ഒരു $20 തന്നു. ആ ഒരു ഫസ്റ്റത്തെ ലോ ക്ലിയർ ചെയ്തപ്പോഴത്തേനും പ്രൈസ് അവിടെ നിന്ന് ഒരു SMT ഉണ്ടാക്കി. അത് ഞാൻ കണ്ടില്ല. അവിടുന്ന് ഇറങ്ങാനൊരു ഓപ്പർച്യൂണിറ്റി 2 3 പ്രാവശ്യം അങ്ങനെ കിട്ടി. പക്ഷേ ഞാനത് ഹോൾഡ് ചെയ്തു. അതാണ് വിഷയമായിപ്പോയത്. അത് തിരിയുക റിവേഴ്സ് ചെയ്യുക എന്നുള്ളൊരു സിഗ്നൽ തന്നിട്ട് ഞാനത് ഹോൾഡ് ചെയ്തു. that was a mistake that I made. പിന്നീട് പ്രൈസ് മേലിലേക്ക് തന്നെ പിന്നെയും ഡെലിവർ ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ ഹൈലി ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു. നേരെ പോയൊരു ഹൈ എടുത്തു, ഓൾ ടൈം ഹൈ ഒന്നുകൂടെ ടാപ്പ് ഇൻ ചെയ്തിട്ട് പിന്നെ പ്രൈസ് താഴോട്ട് ഇറങ്ങുമായിരുന്നു. എനിവേ നമ്മൾക്ക് അത് കിട്ടിയില്ല. സോ ദാറ്റ്സ് ഹൗ വി എൻഡഡ് ഓൺ ഫ്രൈഡേ. ഓൾ ടൈം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഇത് തിരിയുന്ന ടൈമിൽ ആക്ച്വലി ഒരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാണാതെ പോയത് ആ SMT, ഞാൻ ആ ട്രെയിനകത്ത് ഇരുന്നുകൊണ്ടും SMT ഞാൻ കണ്ടില്ലാത്തതുകൊണ്ടുമാണ് ആ ട്രെയിനകത്ത് എനിക്ക് ലൈക്ക് കാണാൻ. സോ കുറച്ചുകൂടെ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് ആ എൻട്രി എടുക്കാതിരിക്കുമായിരുന്നെങ്കിൽ അവിടെ നിന്ന് തിരിയുന്നത് കാണാമായിരുന്നു. സോ ഈ പ്രാവശ്യം പേഷ്യൻസ് ആണ് കുറച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചൊരു കാര്യം ഈ വീക്ക്. സോ അങ്ങനെയാണ് നമ്മുടെ ഓവറോൾ വീക്ക് പെർഫോം ചെയ്തത്. ഞാൻ ഈ ഓവറോൾ വീക്കിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. സോ വി ഹാഡ് 3 winning days ആൻഡ് 2 losing days. അതിനകത്ത് 3 winning days നമ്മൾ 4 ട്രേഡ് വിന്നേഴ്സ് ആയിരുന്നു ആൻഡ് 2 ലൂസേഴ്സ്. അങ്ങനെ ടോട്ടൽ ഒരു 66.6% വിൻ റേറ്റ് നമുക്ക് ഈ ആഴ്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ നല്ലൊരു എമൗണ്ട് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ പോലും വിൻ റേറ്റ് കുറവായിരുന്നു. സോ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. വിൻ റേറ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഉണ്ടാക്കുന്ന പൈസയല്ല. മണി ഈസ് നെവർ എ ഫാക്ടർ ടു ബി കൺസിഡർഡ് ഇൻ ദിസ് ഗെയിം. അത് പൈസ എത്രത്തോളം വരും എന്നുള്ളതല്ല, നല്ല വിൻ റേറ്റ്സും നല്ല ട്രേഡ്സും എടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. സോ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ആക്ച്വലി നമുക്ക് തന്നെ പൈസ അങ്ങ് വന്നോളൂ. സോ ഈ മന്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വിന്നിങ് വീക്ക് ആയിരുന്നു ഈ ആഴ്ച. $140.24 നമ്മൾ ഈ ആഴ്ച ഉണ്ടാക്കി. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് വീക്ക് ഇൻഡീഡ്. നമുക്കിനി 31-ാം തീയതിയും കൂടെ നാളെയും കൂടെ ഉണ്ട്. സോ നാളത്തെ ട്രേഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓവറോൾ മന്തിൻ്റെ വിൻ റേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി ഈ ഓവറോൾ മന്തിൻ്റെ വിൻ റേറ്റ് 52 ആണ്. സോ ഇക്വലന്റ് ടു പാസ്റ്റ് മന്ത്. കഴിഞ്ഞ മന്തും നമുക്ക് 52.3% ആയിരുന്നു വിൻ റേറ്റ്. ഈ മന്തും സെയിം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മന്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ദിവസത്തെ ട്രേഡ് വിന്നർ ആണെങ്കിൽ നമുക്ക് 54% ആവും, ലൂസർ ആണെങ്കിൽ 50-ലേക്ക് പോകുമായിരിക്കും. സോ അത് നോക്കണം. നല്ല ട്രേഡ് ആണെങ്കിൽ മാത്രമേ കയറുന്നുള്ളൂ. സോ മൺഡേ അതായിരിക്കും നമ്മുടെ മൺഡേയിലേക്കുള്ള പ്ലാൻ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീക്ക് ഈസ് NFP വീക്കിൽ ഞാൻ തേഴ്സ്ഡേ ഫ്രൈഡേ ട്രേഡ് എടുക്കുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നെക്സ്റ്റ് വീക്ക് ടു. ഈ ആഴ്ചത്തെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം പേഷ്യൻസ് ആയിരുന്നു. പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വി ഗെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡ്സ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇല്ലാതെ നല്ല പേഷ്യൻസോടുകൂടി ഇരുന്നാൽ നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ഈ ആഴ്ച എന്നെ പഠിപ്പിച്ചു. സോ ഐ വിൽ ബി ട്രൈങ് ഫോർ ദാറ്റ് നെക്സ്റ്റ് വീക്ക് ടു. നെക്സ്റ്റ് വീക്ക് നമ്മൾ പുതിയൊരു മന്തും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഐ വിഷ് യു all the good luck for the next month and the next week. See you on the next video guys. Bye.